ഇറാനിൽ നിന്നുമുള്ള ആക്രമണങ്ങളുടെ പശ്ചാത്തലത്തിൽ കുവൈത്തിലെ ഇന്ത്യക്കാരുടെ സുരക്ഷ ഉറപ്പാക്കാൻ എല്ലാ നടപടികളും സ്വീകരിച്ചതായി ഇന്ത്യൻ അംബാസിഡർ പരിമിത ത്രിപാഠി അറിയിച്ചു. വ്യോമപാത ഭാഗികമായി അടച്ച സാഹചര്യത്തിൽ പ്രത്യേക വിമാനത്തിൽ ഇന്ത്യക്കാരെ നാട്ടിലെത്തിക്കാൻ സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ടെന്നും അവർ വ്യക്തമാക്കി. കഴിഞ്ഞ 22 ദിവസമായി തുടരുന്ന യുദ്ധത്തിൽ ഇറാനിൽ നിന്നും ഏറ്റവും അധികം ആക്രമണം നേരിടേണ്ടി വന്ന ഗൾഫ് രാജ്യങ്ങളിലൊന്ന് കുവൈറ്റാണ്. ഈ സാഹചര്യത്തിലാണ് ഇന്ത്യൻ പ്രവാസികളുടെ സുരക്ഷയ്ക്കും വിവിധ സേവനങ്ങൾക്കും എംബസി വിപുലമായ നടപടികൾ സ്വീകരിച്ചത്. എംബസിയിൽ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഹെൽപ്പ് ലൈൻ സംവിധാനം സജ്ജമാക്കി. സന്ദർശക വിസയിൽ കുവൈറ്റിലെത്തിയവർക്ക് വിസ കാലാവധി 1 മാസത്തേക്ക് കൂടി നീട്ടി. രാജ്യത്തിന് പുറത്തുള്ളവരുടെ റെസിഡൻസി പെർമിറ്റ് കാലാവധി 3 മാസത്തേക്ക് കൂടി നീട്ടാനും തീരുമാനിച്ചതായി അംബാസിഡർ പരിമിത ത്രിപാഠി അറിയിച്ചു. Travel is required for various objectives. So there has been a lot of pending requests or pending issues for travel. ജസീറ എയർവേസിന്റെ സഹായത്തോടെയാണ് നാട്ടിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവരെ സ്വദേശത്ത് എത്തിക്കുക. കൊച്ചി, ചെന്നൈ, മുംബൈ, ഡൽഹി, ഹൈദരാബാദ്, ബംഗളൂരു എന്നീ 6 നഗരങ്ങളിലേക്കാണ് പ്രത്യേക വിമാന സർവീസ്. We are happy to tell you that now there will be flights to India to 6 destinations in India to begin with that are going to be undertaken by the Jazeera Airways. മീന അൽ അഹമ്മദി തുറമുഖത്തെ MT സ്റ്റാലിയൻ കപ്പലിലെ 22 ജീവനക്കാരും സുരക്ഷിതരാണെന്നും ഇവരെ ഷാർജ തുറമുഖത്ത് എത്തിക്കുമെന്നും അംബാസിഡർ അറിയിച്ചു. വിദേശകാര്യ മന്ത്രാലയമടക്കം കുവൈറ്റിലെ ഏജൻസികൾ നൽകുന്ന പിന്തുണയ്ക്ക് അംബാസിഡർ നന്ദി അറിയിച്ചു. മാതൃഭൂമി ന്യൂസ്, കുവൈറ്റ് സിറ്റി.